തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളുടെ ആരംഭത്തിൽ സ്നാപക യോഹന്നാൻ്റെയും ഈശോയുടെയും ജനനത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. ദൈവദൂതൻ സക്കറിയായ്ക്കും മറിയത്തിനും മംഗള സന്ദേശം നൽകുന്നു. ഏറെ കാത്തിരിപ്പിന് ശേഷം തനിക്കൊരു മകനെ ലഭിക്കാൻ പോകുന്നുവെന്ന് അറിയുന്ന സക്കറിയ ദൈവത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ സക്കറിയായ്ക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് മൂകത. എന്നാൽ മറിയം ദൈവദൂതൻ്റെ സന്ദേശം കേട്ടപ്പോൾ അതിനെ സന്തോഷത്തോടെ ഉള്ളിൽ സ്വീകരിച്ചു. മറിയം മൗനത്തിലായി. എന്താണ് മൂകതയും മൗനവും തമ്മിലുള്ള വ്യത്യാസം? മൂകത ശാരീരികമായി ഒരാൾക്കുണ്ടാകുന്ന കുറവാണ്. തൻ്റെ ബന്ധങ്ങളുടെ ജാലകങ്ങൾ അയാൾക്ക് അടഞ്ഞു പോകുന്നു. എന്നാൽ മൗനത്തിലാകട്ടെ ഒരാൾ തന്നിൽ നിന്ന് വിരിഞ്ഞു വരുന്ന നന്മയുടെ പ്രവൃത്തികൾ ചെയ്യുന്നു. എന്താണ് മൗനത്തിലൂടെ മറിയത്തിൽ നിന്നും വിരിഞ്ഞു വന്ന ഗുണങ്ങൾ? മൗനം മറിയത്തെ മനോഹരമായ മാഗ്നിഫിക്കാത്ത്, ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സ്തോത്രഗീതം ആലപിക്കാനായി മറിയത്തെ പ്രേരിപ്പിച്ചു. അത് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു. തുടർന്ന് മറിയം ചെയ്യുന്നത് എന്താണ്? തൻ്റെ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിൽ എലിസബത്തിനെ ശുശ്രൂഷിക്കാനായി മറിയം പോകുന്നു. മൗനം ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. ഇങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവം തരുന്നതിനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് അത് ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ മൗനത്തിലൂടെ അവരുടെ ജീവിതത്തെ മനോഹരമാക്കും. ആ മൗനത്തിൽ നിന്ന് ഒത്തിരി നന്മകളുണ്ടാകും. അങ്ങനെ അവരുടെ മൗനം ദൈവവുമായുള്ള സംഭാഷണവും വാചാലവുമാകും.